ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തിന് പിന്നാലെ ഇടതുപക്ഷത്ത് ഇപ്പോൾ അടിമുടി പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും കാലങ്ങളായി പാർട്ടി മുൻപോട്ട് കൊണ്ടുപോയിരുന്ന കേഡർ സംവിധാനത്തിൽ വലിയ വിള്ളലുണ്ടായിരിക്കുന്നു. പാർട്ടി സംവിധാനങ്ങളോ പാർട്ടി പ്രശ്നങ്ങളോ പാർട്ടിയുടെ പുറത്ത് ചർച്ച ചെയ്യുവാൻ പാടില്ല എന്നും മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയുവാൻ പാടില്ല എന്നുമുള്ള പല തീരുമാനങ്ങളുമാണ് നേതാക്കന്മാരും ചില അണികളുമൊക്കെ ഇപ്പോൾ ലംഘിച്ചിരിക്കുന്നത്. ലംഘിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ് എന്നതാണ് ചോദ്യം. പാർട്ടി അധപ്പതനത്തിൽ നിന്ന് അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. വമ്പൻ പരാജയത്തിന്റെ പ്രധാന കാരണം സർക്കാർ വിരുദ്ധ വികാരമാണ് എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞവരെയൊക്കെ വിമർശിച്ചിരുന്ന നേതൃത്വത്തിലെ പല നേതാക്കന്മാരും ഇപ്പോൾ അത് ഹൃദയം തൊട്ട് അംഗീകരിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണമായി പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യ മനോഭാവമാണ്. കേരളത്തിലെ ജനതയ്ക്ക് ഇനി ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ കാണേണ്ട എന്ന ആവശ്യം കാര്യമായ രീതിയിൽ കേരള ഹൃദയത്തിൽ നിന്ന് ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന വിഷയം. അഴിമതി ആരോപണവും ധാർഷ്ട്യ മനോഭാവവും ധൂർത്തും സാധാരണക്കാരുടെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതുമൊക്കെയാണ് സർക്കാരിനെതിരായ ഒരു വിരുദ്ധ വികാരം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം. പക്ഷെ ആ പ്രതിഷേധങ്ങളൊക്കെ കാര്യമായ രീതിയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു വന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ ആ വലിയ തകർച്ചയോടുകൂടിയാണ്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കും ചരിത്രത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കുന്ന BJPക്കും സീറ്റ് എണ്ണത്തിൽ തുല്യതയാണുള്ളത്. ആലപ്പുഴയിൽ മാത്രം കത്തിയെരിഞ്ഞു നിന്നിരുന്ന കനൽ ഒന്നു മാറി ആലത്തൂരിൽ എരിയുന്നു എന്ന് മാത്രം. ഇടതുപക്ഷത്തിന് ഇപ്പോഴും സീറ്റ് 1. ചരിത്രത്തിൽ ഇതുവരെ അക്കൗണ്ട് തുറന്നിട്ടില്ലാത്ത NDA സഖ്യം അങ്ങനെ സുരേഷ് ഗോപി എന്ന BJP സ്ഥാനാർത്ഥിയിലൂടെ അക്കൗണ്ട് തുറക്കുന്നു. ഒപ്പം സംസ്ഥാനത്തെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ പ്രാധാന്യം ഉണ്ടാകുകയും ചെയ്യുന്നു. സർക്കാരിനോടുള്ള വിരുദ്ധ വികാരമാണ് തൃശൂരിൽ BJPയെ അക്കൗണ്ട് തുറക്കുവാൻ അനുവദിച്ചതെന്നും സംസ്ഥാനത്തുടനീളമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് വർധന ഉണ്ടാക്കി കൊടുത്തതെന്നുമുള്ള രൂക്ഷമായ ആരോപണം രഹസ്യമായും പരസ്യമായും ഒക്കെ പാർട്ടിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പാർട്ടി നേതാക്കന്മാരിൽ നിന്നും ജില്ലാ കമ്മിറ്റികളിൽ നിന്നുമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരായും സംസ്ഥാന നേതൃത്വത്തിനെതിരായും ആദ്യമായി ശബ്ദമുയർത്തിയത് തിരുവനന്തപുരത്തെ CPI ജില്ലാ കമ്മിറ്റി ആയിരുന്നു. പിന്നീട് CPI ഇടുക്കി ജില്ലാ കമ്മിറ്റി, അത് കഴിഞ്ഞ് പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി, ഏറ്റവും ഒടുവിൽ ഘടകകക്ഷിയായി നിൽക്കുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ തോമസ് ചാഴിക്കാടൻ വരെ പറയുന്നു കോട്ടയത്തെ തന്റെ വമ്പൻ പരാജയത്തിന്റെ പിന്നിലെ പ്രധാന കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന്. അതും കഴിഞ്ഞ് ഇപ്പോൾ കണ്ണൂർ കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ഇടത് കോട്ടയായി നിൽക്കുന്ന കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോൾ CPMനെതിരായും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായും സംസ്ഥാന കമ്മിറ്റിക്കെതിരായും ഒക്കെ വലിയ രൂക്ഷ ആരോപണങ്ങളാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. പാർട്ടി മുഴുവനായി കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ കണ്ണൂരിലെ ചില ഇടതുപക്ഷ നേതാക്കന്മാരാണ് എന്ന ആരോപണമാണ് കൊല്ലത്തെ ജില്ലാ കമ്മിറ്റിയിൽ കാര്യമായ രീതിയിൽ ഉയർന്നു വന്നത്. ഒപ്പം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യ മനോഭാവവും സർക്കാർ വിരുദ്ധ വികാരമൊക്കെ ഇടതുപക്ഷത്തെ കാര്യമായ രീതിയിൽ തകർത്തിട്ടുണ്ട് എന്ന വിഷയങ്ങളെല്ലാം കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ചർച്ചയായിരുന്നു. കണ്ണൂരെ പാർട്ടി നേതാക്കന്മാരുടെ അടിയിൽ അടിമപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് നിലവിലുള്ള സംസ്ഥാനത്തെ ഇടതുപക്ഷ പാർട്ടി എന്നാണ് കൊല്ലത്തെ രൂക്ഷമായ ആദ്യ ആരോപണം. ഒപ്പം സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ്, അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പക്കലുള്ള ആഭ്യന്തര വകുപ്പിനെ ചൊല്ലി സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വലിയ മതിപ്പില്ല എന്നും ആഭ്യന്തര വകുപ്പ് വലിയ തകർച്ചയാണെന്നും ഒക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൊല്ലത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്ന മറ്റൊരു ആരോപണമാണ്. മറ്റ് ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹത്തിന്റെ ധാർഷ്ട്യ മനോഭാവമാണെങ്കിലും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മന്ത്രിസ്ഥാനങ്ങളെ പറ്റി അങ്ങനെ വലിയ ആരോപണങ്ങളൊന്നും ഉയർന്നിരുന്നില്ല. എന്നാൽ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിരിക്കുന്ന ആരോപണം കുറച്ച് കടുത്തതാണ്. അതും ആഭ്യന്തര വകുപ്പിനെ ചൊല്ലി. സംസ്ഥാനത്തിന്റെ സമാധാനവും സംസ്ഥാനത്തെ ജനങ്ങളുടെ സ്വത്തുവകകൾക്ക് സംരക്ഷണവും നൽകേണ്ട ആഭ്യന്തര വകുപ്പിന്റെ പോലീസുകാരെ പറ്റിയിട്ടാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ ആരോപണം ഉയർന്നിരിക്കുന്നത്. നവകേരള സദസ് അടക്കമുള്ള പല പരിപാടികളിലും പോലീസിന്റെ പല ആക്രമണങ്ങളും സർക്കാരിനും ഇടതുപക്ഷത്തിനും വലിയ വിനയായിട്ടുണ്ട് എന്ന വീക്ഷണമാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ രണ്ടാമതായി ചർച്ചാ വിഷയമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നിരിക്കുന്നത് ബാലഗോപാലനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ബാലഗോപാലിന് പകരം രണ്ടാം പിണറായി സർക്കാരിൽ തോമസ് ഐസക്കിനെ തന്നെ ധനവകുപ്പ് മന്ത്രി ആക്കണമെന്നൊരു ആവശ്യം കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ ഒരു വിഭാഗം നേതാക്കന്മാർ ഉയർത്തിയപ്പോൾ തോമസ് ഐസക്കിന്റെ ചില അടിസ്ഥാനമില്ലാത്ത തീരുമാനങ്ങളാണ് കേരളം ഇന്ന് അനുഭവിക്കുന്ന വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പ്രധാന കാരണമെന്നായിരുന്നു കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ മറ്റൊരു വിഭാഗത്തിന്റെ മറുപടി. അതോടുകൂടി
മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ ഉണ്ടാകണമെന്നും മന്ത്രിസഭയിലെ പല നേതാക്കന്മാരെയും മാറ്റണമെന്നും ഒക്കെ പറയുമ്പോഴും തോൽവിയുടെ പിന്നിലെ പ്രധാന കാരണമായി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉയർത്തിക്കാട്ടുവാനും കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ആരും തന്നെ വിമുക്തത കാട്ടിയിട്ടില്ല. സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിയുടെയും ഗോവിന്ദൻ മാഷിന്റെയും ഒക്കെ അനുയായികൾ ഉണ്ട് എന്നും അത്തരത്തിലുള്ള മനസാക്ഷി സൂക്ഷിപ്പുകാരാണ് ഈ തകർച്ചയ്ക്ക് കാരണമെന്നും അല്ലെങ്കിൽ ആ തകർച്ച പരിഹരിക്കുവാൻ കഴിയാത്ത രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രധാന ആണി എന്നുമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം. നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യ ഒട്ടാകെ കേരളത്തിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് കൃത്യമായി വേരുള്ളത്. ആ കേരളത്തിൽ വമ്പൻ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം ബംഗാൾ പോലെ ത്രിപുര പോലെ ആക്കി മാറ്റരുത് കേരളം എന്നൊരു ആരോപണം കൂടി ഇടതുപക്ഷ നേതാക്കന്മാരിൽ ചില നേതാക്കന്മാർ ഉയർത്തുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണമായി പറയുന്നത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും ധൂർത്തും ഒപ്പം അഴിമതി ആരോപണങ്ങളുമാണ്. ഇവയെല്ലാം മറികടന്നുകൊണ്ട് ഇനിയൊരു ജയം സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. കേരളത്തിൽ BJP വളരുന്നതിന്റെ പ്രധാന കാരണം മുഖ്യമന്ത്രിയും സർക്കാർ വിരുദ്ധ വികാരവുമാണ് എന്ന് പറയുന്ന ഇടതുപക്ഷ നേതാക്കന്മാർ ഇപ്പോൾ LDF-ലും CPM-ലും CPI-ലും ഒക്കെ ഉയർന്നു വരുന്നത് പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്കനായ മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുന്ന ഓരോ ചോദ്യങ്ങളാണ്. എന്തായാലും സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ തകർച്ചയ്ക്ക് പിന്നിലെ കാരണം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിൽ രൂക്ഷ ആരോപണങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ ജില്ലാ കമ്മിറ്റികൾ ഉയർത്തുന്ന ആരോപണങ്ങൾ ഏകദേശം ഒരുപോലെയാകുമ്പോൾ എല്ലാം വിരൽ ചൂണ്ടുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേർക്കാണ്.